Hello guys, welcome to a photoshoot day in my life. ഈ വഴി കണ്ടിട്ട് ഞാനിപ്പോൾ എവിടെയാന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ചിത്രം ദൈവത്തിന്റെ വികൃതികൾ, രചനയും ആലാപനവും മധുസൂദനൻ നായർ, സംഗീതം മോഹൻ സിത്താര. ഇപ്പൊ പിടികിട്ടിയോ? നമ്മളിപ്പോ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയിലെ പ്രാന്തൻ കുര്യച്ചന്റെ നടയിലാണ്. ഈ കാണുന്ന കുരിശനെയാണ് ഇവിടുത്തുകാര് പ്രാന്തൻ കുര്യച്ചൻ എന്ന് പറയുന്നത്. നമ്മുടെ മമ്മൂക്കാന്റെ ഭീഷ്മപർവം സിനിമയില്ലേ, അതിലൊരു ഡയലോഗ് ഉണ്ടേ, മൈക്കിളേട്ടായി എങ്ങാനും അറിഞ്ഞാ പിന്നെ പ്രാന്തൻ കുര്യച്ചന് പോലും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ലാന്ന്. അത് ഡയലോഗ്. പക്ഷെ ഇവിടുത്തുകാർക്ക് മനസ്സറിഞ്ഞൊന്ന് വിളിച്ചപേക്ഷിച്ചാൽ ഏത് കാര്യവും സാധിച്ചു കൊടുക്കുന്ന മട്ടാഞ്ചേരിക്കാരുടെ സ്വന്തം പ്രാന്തൻ കുര്യച്ചൻ. നസ്രാണികൾ മാത്രമല്ലട്ടോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറ്. ജാതി മത ഭേദമന്യേ എല്ലായിടത്തു നിന്നുള്ള ആൾക്കാര് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. കുര്യച്ചനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ പോയത് ബാലൻചേട്ടന്റെ കടയിലേക്കാ. അവിടുത്തെ പൊറോട്ടയും മട്ടൻ ചാപ്സും കഴിച്ചു നോക്കേണ്ട മസ്റ്റ് ആയിട്ടോ അത്രേ. നമ്മൾ പോയപ്പോ ബാലൻചേട്ടന്റെ മകനായിരുന്നു കേട്ടോ കടയിലുണ്ടായിരുന്നേ. പൊറോട്ടയും മട്ടൻ ചാപ്സും ബാലൻചേട്ടന്റെ കടയിൽ നിന്ന്. സംഗതി നല്ല ആവി പറക്കണ പൊറോട്ട, അതിന്റെ കൂടെ ഒരു ഇളം ചൂടുള്ള മട്ടൻ ചാപ്സ് ഒഴിച്ച് ഗുമഗുമാന്നങ്ങട്ട് കഴിക്കുക. സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാൻ സീറ്റ് കിട്ടിയത് എന്റെ ഭാഗ്യം. അത്രയും തിരക്കായിരുന്നു കേട്ടോ ആ കടയില്. വാവ്, സംഗതി വിചാരിച്ചതിലും ഗംഭീരം. സാധാരണ മട്ടനൊന്നും കഴിക്കാത്ത ഒരാളാണ് ഞാനേ. പക്ഷേ ഈ കറിയുടെ മസാലയും ആ പ്രോപ്പറായിട്ട് വെന്ത മട്ടനും പൂ പോലത്തെ പൊറോട്ടയും കൂടെ അങ്ങ് ചേർത്തൊരു പിടിപിടിച്ചാലുണ്ടല്ലോ എന്റെ സാറേ. അന്നത്തെ ദിവസം പിന്നെ ജിങ്കാലാല. കഴിച്ചു കഴിഞ്ഞൊരു ചൂട് ചായം കൂടി ഇറക്കുമ്പോ ആഹാ, അവിടുന്ന് നേരെ കുളിച്ച് തെളിച്ച് റെഡിയായി നമ്മളെ പണിയെടുക്കാൻ പോവാ. നേരത്തെ പറഞ്ഞ ഫോട്ടോഷൂട്ടേ. നല്ല ചൂട് കാലാവസ്ഥയല്ലേ പുറത്ത്. നമ്മുടെ ബോഡിയും മൈൻഡൊക്കെ ഒന്ന് കൂളാവാനേ കൂൾലെസ്സി കഴിക്കാനൊരാഗ്രഹം. ഒരു പണിക്കിറങ്ങിയേക്കുമല്ലേ, ഒന്ന് തണുപ്പിച്ചിട്ട് തുടങ്ങാന്നേ. നമ്മുടെ ഫോട്ടോഷൂട്ട് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ലൊക്കേഷനിലോട്ട് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. വണ്ടി ഇതേ നമ്മുടെ മൈത്തു ഓടിക്കും, ഞാൻ സൈഡിൽ സുഖമായിട്ട് കിടന്നുറങ്ങും. മട്ടാഞ്ചേരി ഫേമസ് സ്വീറ്റ് ലസ്സി കുടിച്ചു നോക്ക്. അങ്ങനെ ലസ്സിയും കുടിച്ച് നമ്മൾ യാത്ര തുടർന്നു. ഒടുക്കത്തെ ചൂടും വെയിലുള്ള ഒരു കാലാവസ്ഥയാട്ടോ ഇപ്പോ. ഈ ഒരു ക്ലൈമറ്റില് നമുക്കിന്ന് 3 ഡിഫറെന്റ് ലുക്സ് ഫോട്ടോഷൂട്ട് ചെയ്തെടുക്കണം. അങ്ങനെ 1.5 മണിക്കൂറിന്റെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി ഗൈസ്. ഞങ്ങളുടെ നദാലുട്ടനും സ്മിതാമിയാണ് ആയിരിക്കുന്നത്. ഈ റെയിൽവേ ക്രോസും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ എത്തി. ഇതിപ്പോ ഒരു ട്രെയിൻ വരും. സംഗതി ഞാനൊക്കെ പോത്തുപോലെ വളർന്നെങ്കിലും ട്രെയിൻ പോണ ശബ്ദം എവിടെയെങ്കിലും കേട്ടാ ഭയങ്കര എക്സൈറ്റ്മെന്റോടെ ഇങ്ങനെ നോക്കിയിരിക്കും. അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, അത്രയും ചെറിയ ട്രെയിനായിരുന്നു. അങ്ങനെ നമ്മളുടെ സ്പോട്ടിലെത്തി. ദേ ഓൾഡ് ലേക്ക് ഹൗസ്. ഈ വളവ് തിരിഞ്ഞാ നേരെ കാണുന്നതാണ് നമ്മൾ ഫോട്ടോഷൂട്ട് എടുക്കാൻ പോകുന്ന നമ്മുടെ ഷൂട്ടിംഗ് സ്പോട്ട്. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണേ. ഇതൊരു ഗംഭീര പ്രോപ്പർട്ടി ആയിരിക്കും എന്നുള്ളൊരു കേട്ടറിവുണ്ടിട്ടോ നമുക്ക്. സംഗതി കലക്കി. ഒരു മനസ് സെറ്റപ്പ് ഒക്കെ അല്ലേ. ഉള്ളിലോട്ട് കടന്നതും കായലിനോട് ഫേസ് ചെയ്തിട്ടുള്ള ഒരു അതിവിശാലമായ ലിവിംഗ് സ്പേസും തുടർന്ന് വരുന്ന കോറിഡോറിന്റെ ഇരുവശങ്ങളിലുമായി ബെഡ്റൂം സ്പേസസുമാണ്. ഇവർക്ക് ടോട്ടൽ 5 ബെഡ്റൂംസ് ആണ് കേട്ടോ ഉള്ളത്. നമുക്കൊരു ഗെറ്റ് ടുഗദർ ഒക്കെ കൂടാൻ പറ്റിയ സ്പോട്ടാ. അതിവിശാലമായിട്ടുള്ള മുറ്റവും പൂളും എല്ലാം ഉണ്ട്. റൂം മുഴുവനും പണിയായുധങ്ങളായിട്ട് നമ്മുടെ ഐറിൻ ചേച്ചിയും ചേച്ചിയുടെ അസിസ്റ്റന്റും കൂടെ കാര്യങ്ങൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണേ. ഓരോ ലുക്കിനും എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഗാഢമായിട്ടുള്ള ഡിസ്കഷനിലാണ് രണ്ടുപേരും. കുറച്ചധികം പണിയുണ്ടേ. എങ്കിൽ പിന്നെ നമുക്ക് സമയം കളയാതെ തുടങ്ങല്ലേ. മേക്കപ്പിന് ഇരുന്നപ്പോ ഒരൊറ്റ ഡിമാൻഡ് മാത്രമേ ഞാൻ ഐറിൻ ചേച്ചിയോട് പറഞ്ഞുള്ളൂ. ഫോട്ടോ എടുത്ത് അതിന്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ മേക്കപ്പ് ഹെവി ആയിട്ട് തോന്നാൻ പാടില്ല എന്ന്. ഹായ് ചേച്ചി, ഇത് ആരാന്ന് നിങ്ങൾക്ക് അറിയോ? ഞാൻ കട്ടി തൊട്ടിക്കട്ടെ. ഇതൊരു അറിയപ്പെടുന്ന ഒരാളുടെ ഭാര്യയാണ്. ആ ഭർത്താവിനെ ഞാൻ കട്ടി തൊട്ടിക്കാം. നിങ്ങൾ കരിക്ക് വെബ് സീരീസിലെ ഈ ചേട്ടനെ കണ്ടിട്ടുണ്ടോ? ഇത് റിജു ചേട്ടൻ. റിജു ചേട്ടന്റെ വൈഫാണ് ഐറിൻ ചേച്ചി. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളത് ചേച്ചിയുടെ ഒരു പാഷനാണ്. അത് നല്ല വൃത്തിക്ക് തന്നെ ചേച്ചി ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് ലുക്ക് ഓൾമോസ്റ്റ് ഡൺ ആണേ. എങ്ങനെയുണ്ട്? ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ലുക്ക്. ദിസ് ഡ്രസ് ഫ്രം തുളിനി ഫസ്റ്റ് ലുക്കാണിത്. ഞങ്ങൾ വിഷു ഷൂട്ടിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഐറിൻ ചേച്ചി. ഐറിൻ ചേച്ചിക്ക് ഒരു ബ്രൈഡൽ ഷോപ്പ് ഉണ്ടല്ലേ?
ഐറിൻസ് ബ്രൈഡൽ സ്റ്റുഡിയോ. യെസ്. അപ്പൊ അടുത്ത ലുക്ക് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർക്ക് ഇപ്പോൾ വരും. ഞങ്ങൾ ഈ മനയുടെ പേരെന്താണ്? ഓൾഡ് ലേക്ക് ഹൗസ്, പനങ്ങാടല്ലേ? പോയി ഒരു ചിന്ന മിസ്റ്റേക്ക്. സംഗതി ആലപ്പുഴ ജില്ലയിലെ പട്ടണക്കാടാണ് സ്ഥലം. അതെന്റെ സ്വന്തം കമ്മല. നോ കൊളാൻ. അങ്ങനെ നമ്മുടെ ഫോട്ടോഗ്രാഫർ എത്തിയപ്പോഴത്തേക്കിനും നമ്മൾ നമ്മുടെ പണി തുടങ്ങി. ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ അമൃതത്ത്. ഞങ്ങൾ ദത്തെന്ന വിളിക്കാം. ഷൂട്ട് തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ദേ ഇവിടെ വേറൊരാൾ എത്തിയിട്ടുണ്ടേ, ആതിര. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയെല്ലാമാണ് പോസ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാട്ടോ ആതിര. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലുക്കിന്റെ ഫൈനൽ ഔട്ട്സ് ആണ് നിങ്ങളിപ്പോ ഈ കാണുന്നേ. സെക്കൻഡ് ലുക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം തുടങ്ങാന്ന് വിചാരിച്ചു. വിശന്നാ പിന്നെ നമ്മളല്ലാതാകുമല്ലോ. ബിരിയാണി, സാലഡ്, അച്ചാറ്, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കോഴിക്കറിയെ. ഒരൊറ്റ കോഴിക്കറി കൊണ്ട് ജീവിതം മൊത്തത്തിൽ മാറിപ്പോയ ഒരാളാണ് ഞാൻ എന്നാണ് എല്ലാരും എന്നെ പറ്റി പറയുന്നത്. അങ്ങനെ എല്ലാരും പറയുന്ന സ്ഥിതിക്ക് കോഴിക്കറി ഇല്ലാതെ ബിരിയാണി ഞാൻ എങ്ങനെ കഴിക്കും? നമ്മള് കോഴീനെ എടുക്കണം. തൊട നോക്കിയിരുന്നാലേ ബാക്കി പരിപാടികൾ പെൻഡിങ്ങിലാവും. അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ലുക്ക് വർക്കൗട്ട് ചെയ്യാം. ഒരു വിഷു സ്പെഷ്യൽ സാരി ലുക്കാണ് ഇപ്പൊ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇവളുടെ കടയുടെ ഇതിന് വേണ്ടിയിട്ടാണ് ഈ പണിയെടുക്കുന്നത്. യെസ്, നമ്മുടെ മൈത്തൂന് ഒരു സ്റ്റോർ ഉണ്ട്, കണ്ടാങ്കി ബൈ മൈത്രേയി എന്ന് പറഞ്ഞിട്ട്. പല ടൈപ്പ് ഓഫ് സാരീസിന്റെ ഒരു സാരി കളക്ഷൻ. അതിലെ വിഷു സ്പെഷ്യൽ എഡിഷനിൽ വരുന്ന ഒരു സാരിയുടെ ഷൂട്ടാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. എന്റെ ഓവർ എക്സ്പ്രഷൻ കണ്ട ആരും പേടിക്കണ്ട, ഔട്ട് അടിപൊളിയാ. ഇന്നത്തെ ഷൂട്ട് എടുത്തതില് ഇതെന്റെ ഫേവറേറ്റ് ലുക്കാണ് കേട്ടോ. ആ സാരിയും ആ ഒരു ആംബിയൻസും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ലുക്കാണ് ഒരു തമിഴ് റെഫറൻസ്. ഈ സാരി എനിക്ക് ഇൻസ്റ്റഗ്രാമില് ദക്ഷിണ ബൈ പാർവതി പ്രഭുൽ എന്നൊരു പേജിൽ നിന്ന് അയച്ചതാട്ടോ. സംഗതി ആ സാരിയുടെ പാറ്റേണും കളർ ടോണും ഒക്കെ കണ്ടപ്പോ നമ്മുടെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ, പക്കാ ഒരു തമിഴ് ലുക്ക് പിടിച്ചാലോന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല. ഐറിൻ ചേച്ചിയുടെ ലുക്കിനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ എങ്ങനെയാണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ സെറ്റാക്കി തന്നു. ലുക്ക് മാത്രം സെറ്റായിട്ട് കാര്യമില്ലല്ലോ, ദത്തന്റെ ഫോട്ടോഗ്രാഫിയും അവിടുത്തെ ഒരു ആംബിയൻസും പിന്നെ നമ്മുടെ ഷൂട്ടൊന്ന് മൊത്തത്തിൽ ഈസി ആക്കാൻ ആതിരയും കൂടെ ഹെൽപ്പ് ചെയ്തപ്പോ നമ്മൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് സംഗതി കിട്ടിയിട്ടുണ്ട്. ഓരോ ഷൂട്ട് കഴിയുമ്പോഴും ദത്തൻ അതിന്റെ ഔട്ട് വന്ന് നമ്മളെ കാണിക്കും. അത് നമ്മൾ വിചാരിച്ച പോലെ കിട്ടിയ ഞാൻ ഹാപ്പി. നേരിട്ട് കാണുന്ന പോലെ ആയിരിക്കില്ല എഡിറ്റ് കഴിഞ്ഞ് ഫൈനൽ ലുക്ക് നമ്മുടെ കയ്യിലെത്തുമ്പോ. അങ്ങനെ ഇന്നത്തെ ഷൂട്ടെല്ലാം കഴിഞ്ഞേ ഇനിയിപ്പോ റീലെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ദത്തൻ. ഇന്നത്തെ ഫോട്ടോഷൂട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലുക്ക് ഏതാ? കമന്റ് ചെയ്ത് അറിയിക്കണേ. അങ്ങനെ ഫോട്ടോഷൂട്ട്സ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഓൾഡ് ലേക്ക് ഹൗസിൽ നിന്നും ടാറ്റ ബൈ ബൈ പറയാൻ പോവാണ്. ബൈ.